ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ മലയാളം ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2025-26 അധ്യയന വർഷത്തെ 4th സ്റ്റാൻഡേർഡിലെ ഓണപരീക്ഷയുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കഥ വായിച്ച് നോക്കാം. മൈതാനത്തിൻ്റെ അതിരിലുള്ള മരച്ചുവട്ടിൽ വീൽചെയറിൽ അമ്മു ഇരുന്നു. ഉച്ചഭാഷണയിലൂടെ താളത്തിൽ ഒരു പാട്ട് ഒഴുകി വരുന്നു. മൈതാനത്തിന് നടുവിൽ പാട്ടിനൊത്ത് എല്ലാവരും നൃത്തം ചവിട്ടുകയാണ്. ഈ മരച്ചുവട്ടിൽ അവർ നൃത്തം ചവിട്ടിയിരുന്നെങ്കിൽ എനിക്കും കാണാമായിരുന്നു. നൃത്തം ചവിട്ടാൻ കഴിയില്ലെങ്കിലും എല്ലാവരുടെയും സന്തോഷത്തിൽ എനിക്കും കൂടാമായിരുന്നല്ലോ. ആ സമയം എവിടെ നിന്നാണെന്നറിയില്ല, വലിയൊരു ചിത്രശലഭം മൈതാനത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. പല നിറങ്ങളിൽ, പല ആകൃതികളിൽ മനോഹരമായ ചിത്രണങ്ങളുള്ള വലിയ ചിറകുകൾ. അത് മെല്ലെ ചലിപ്പിച്ച് മനോഹരിയായ ചിത്രശലഭം വട്ടമിട്ട് പറക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ ചിത്രശലഭത്തിലേക്ക്. പാട്ടിൻ്റെ താളത്തിനൊത്ത് ചിറകുകൾ ചലിപ്പിക്കുന്ന ചിത്രശലഭം എല്ലാവർക്കും കൗതുകമായി. പിന്നീട് ചിത്രശലഭത്തിനൊപ്പമായി അവരുടെ നൃത്തവും. ചിത്രശലഭം മെല്ലെ മൈതാനത്തിന് അതിരിലേക്ക് താളമിട്ട് പറന്നു. പിന്നാലെ ചുവട് വെച്ച് എല്ലാവരും. ചിത്രശലഭം അമ്മുവിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയായി. ആർപ്പ് വിളിച്ച് എല്ലാവരും അമ്മുവിന് ചുറ്റും നൃത്തം ചെയ്തു. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ? മൈതാനത്തിനരികെ വീൽചെയറിൽ ഇരുന്ന് അമ്മു എന്താണ് ചിന്തിച്ചതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. മരച്ചുവട്ടിലിരുന്ന അമ്മ എന്താ ചിന്തിച്ചത്? ഈ മരച്ചുവട്ടിൽ അവർ നൃത്തം ചവിട്ടിയിരുന്നെങ്കിൽ എനിക്കും കാണാമായിരുന്നു. നൃത്തം ചവിട്ടാൻ കഴിയില്ലെങ്കിലും എല്ലാവരുടെയും സന്തോഷത്തിൽ എനിക്കും കൂടാമായിരുന്നല്ലോ. ഇതാണല്ലോ അമ്മ ചിന്തിച്ചത്. അത് മുകളിൽ പറയുന്നുണ്ടല്ലോ, അതിങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം. എല്ലാവർക്കും കൗതുകമായി. എല്ലാവരുടെയും കണ്ണ് ചിത്രശലഭത്തിലേക്ക്. നൃത്തം ചവിട്ടുന്നവരുടെ കൗതുകത്തിന് കാരണമെന്ത്? എന്തായിരുന്നു കാരണം? എന്തായിരുന്നു? പാട്ടിൻ്റെ താളത്തിനൊത്ത് ചിത്രശലഭം ചിറകുകൾ ചലിപ്പിച്ചപ്പോഴാണ് നൃത്തം ചവിട്ടുന്നവർക്ക് കൗതുകം തോന്നിയത്. കൗതുകം ഉണ്ടായതല്ലേ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം. കഥയ്ക്കനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ ക്രമത്തിലാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. ചിത്രശലഭം മൈതാനത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ബി, മൈതാനത്തിന്റെ അതിരിലുള്ള മരച്ചുവട്ടിൽ വീൽചെയറിൽ അമ്മു ഇരുന്നു. സി, ചിത്രശലഭം മെല്ലെ മൈതാനത്തിന്റെ അതിരിലേക്ക് പറന്നു. ഡി, ചിത്രശലഭം അമ്മുവിനെ വട്ടമിട്ട് പറന്നു. അപ്പൊ ഇത് ക്രമപ്പെടുത്തി എഴുതണമല്ലേ. ആദ്യം ഏതാണ് അത് നടന്നതിനനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ഇതിൽ ഏതായിരിക്കും വരിക കൂട്ടുകാരെ? മൈതാനത്തിന്റെ അതിരിലുള്ള മരച്ചുവട്ടിൽ വീൽചെയറിൽ അമ്മു ഇരുന്നു എന്നുള്ളതാണല്ലേ ആദ്യം വരിക. ഒന്നാമത് വരുന്നത് ബി ആണല്ലേ. മൈതാനത്തിന്റെ അതിരിലുള്ള മരച്ചുവട്ടിന്റെ വീൽചെയറിൽ അമ്മു ഇരുന്നു. ചിത്രശലഭം മൈതാനത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. 2A അല്ലേ. രണ്ടാമതാണ് വരുന്നത്. ചിത്രശലഭം മെല്ലെ മൈതാനത്തിന്റെ അതിരിലേക്ക് ചിത്രശലഭം അമ്മുവിനെ വട്ടമിട്ട് പറന്നു. അപ്പൊ ഇതിൽ ഏതായിരിക്കും നെക്സ്റ്റ് വരിക? അതെ, ചിത്രശലഭം മെല്ലെ മൈതാനത്തിന്റെ അതിരിലേക്ക് പറന്നു എന്നുള്ളത് അല്ലെ 3 വരുന്നത്. 3. ദെൻ ചിത്രശലഭം അമ്മുവിനെ വട്ടമിട്ട് പറന്നു. 4. ഈ ഒരു ക്രമത്തിലാണിത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അമ്മു മൈതാനത്തിന് നടുക്ക് എല്ലാവരുടെയും ഒപ്പം നൃത്തം ചെയ്തു. ചിത്രശലഭം പറക്കാതെ മരച്ചുവട്ടിലിരുന്നു. എല്ലാവരും ആർപ്പ് വിളിച്ച് അമ്മുവിന് ചുറ്റും നൃത്തം ചെയ്തു. അമ്മുവിൻ്റെ പാട്ട് കേട്ട് എല്ലാവരും നൃത്തം ചെയ്തു. അപ്പോൾ താഴെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനയാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ്? അത് എല്ലാവരും ആർപ്പ് വിളിച്ച് അമ്മുവിന് ചുറ്റും നൃത്തം ചെയ്തു എന്നുള്ളതാണല്ലേ. എല്ലാവരും ആർപ്പ് വിളിച്ച് അമ്മുവിന് ചുറ്റും നൃത്തം ചെയ്തു. പ്രവർത്തനം 2 നോക്കാം. മൈതാനത്ത് നടന്ന കാര്യങ്ങൾ വിവരിച്ച് അമ്മു തൻ്റെ കൂട്ടുകാരൻ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം എന്താവാം? കത്തെഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ കത്താണ് നമ്മളിവിടെ എഴുതേണ്ടത്. കത്തെഴുതുമ്പോൾ എങ്ങനെയാണ് കൂട്ടുകാരെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് എഴുതുക. ഓക്കെ, ഇവിടെ പ്രിയപ്പെട്ട മിക്കി എന്നാ കൊടുക്കുന്നത്. നിനക്ക് സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിവിടെ രസകരമായൊരു സംഭവം ഉണ്ടായി. മൈതാനത്ത് ഒരു പരിപാടി നടക്കുകയായിരുന്നു. അത് കാണാനായി വീൽചെയറിൽ മരച്ചുവട്ടിലെത്തി. അവിടെ നിന്നാൽ നന്നായി കാണാം. ഉച്ചഭാഷിണിയിലൂടെ പാട്ട് ഒഴുകി വരുന്നു. മൈതാനത്തുള്ളവരെല്ലാം പാട്ടിനൊത്ത് നൃത്തം വയ്ക്കുന്നു. അവർ ഇവിടെ വന്ന് നൃത്തം ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു.
പെട്ടെന്ന് എവിടെ നിന്നോ മനോഹരമായൊരു ചിത്രശലഭം മൈതാനത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നു. പല നിറങ്ങളുണ്ട് അതിൻ്റെ ചിറകിന്. അവരുടെ പാട്ടിനൊത്ത് ചിത്രശലഭവും നൃത്തം വെച്ചു. അത് പതിയെ പറന്ന് എൻ്റെ അരികിലേക്ക് വന്നു. എനിക്ക് ചുറ്റും പറന്നു. അപ്പോൾ നൃത്തം ചെയ്യുന്നവരും എൻ്റെ അരികിലേക്ക് എത്തി. എല്ലാവരും എനിക്ക് ചുറ്റും നൃത്തം വെച്ചപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. ആ സംഭവം നിന്നെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കത്തെഴുതിയത്. നിന്റെ വിശേഷങ്ങൾ അറിയിച്ചെഴുതണേ. സ്നേഹപൂർവ്വം, അമ്മു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ എന്ത് ചെയ്യാം, നിങ്ങളൊരു മനോഹരമായൊരു കത്ത് തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 3 നോക്കാം. ഉച്ചനേരത്തങ്ങ് ഉച്ചയിലെത്തിയ ഉഗ്രനാം സൂര്യൻ്റെ ചൂടേറ്റു ഞാൻ ചെറുവെള്ളത്തുള്ളിയായി മെല്ലെ ഉയർന്നു ഞാൻ ചെമ്മേ എനിക്കിപ്പോൾ രൂപമില്ല. നീരാവിയായി ഞാൻ അങ്ങനെ മേലോട്ടു നീളെ ഉയർന്നങ്ങു യാത്രയായി. ആകാശമാകെ വിടർന്നങ്ങ് നിൽക്കുന്ന നീലക്കുടയ്ക്കുള്ളിൽ ഞാൻ കുരുങ്ങി. ആഹാ, പെരുംകുടയ്ക്കുള്ളിൽ എനിക്കുണ്ട് 1000 തുള്ളികൾ കൂട്ടരായി. തെക്കുനിന്നെപ്പോഴോ പാറിപ്പറന്നൊരു തെക്കൻ കാറ്റന്നേരം ആഞ്ഞുവീശി. ആകെ കുളിരുന്നു മെല്ലെ കൊഴിയുന്നു പുതുമഴയായി ഞാൻ പാരിലേക്ക്. അപ്പോൾ കവിത വായിച്ചില്ലേ? വെള്ളത്തുള്ളിയുടെ യാത്രാനുഭവം സ്വന്തം വാക്യത്തിൽ എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തുള്ളിയുടെ യാത്രാനുഭവമാണ് എഴുതേണ്ടത്. യാത്രാനുഭവങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. ഉച്ചനേരമായി. സൂര്യൻ ആകാശത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്നു. സൂര്യന്റെ ചൂടേറ്റ് ഒരു ചെറിയ വെള്ളത്തുള്ളിയായി ഞാൻ മേൽപോട്ടുയർന്നു. നീരാവിയായി ഉയർന്നു പൊങ്ങി. എനിക്കപ്പോൾ പ്രത്യേകിച്ചൊരു രൂപവുമില്ലായിരുന്നു. മേലോട്ട് ഉയർന്നുയർന്ന് ഞാൻ പൊങ്ങി വിശാലമായ നീലാകാശത്തെത്തി. ആ നീലക്കുടയ്ക്കുള്ളിൽ എന്നെപ്പോലെ 1000 തുള്ളികളെയും ഞാൻ കണ്ടു. അവരെല്ലാവരുമായി ഞാൻ പെട്ടെന്ന് കൂട്ടുകൂടി. അപ്പോഴതാ തെക്കുനിന്നും ഒരു കാറ്റ് വീശി. നല്ല ശക്തിയുള്ള കാറ്റ്. ഞാൻ ആകെ തണുത്തു വിറച്ചു ഞങ്ങൾ. പിന്നെ അവിടെ കൂടി നിൽക്കാൻ കഴിയുന്നില്ല. പുതുമഴയായി വേഗം താഴേക്ക് ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീണു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു യാത്രാനുഭവം എഴുതുക. ഓക്കെ, പ്രവർത്തനം 4 എന്താണെന്ന് നോക്കിയാൽ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണല്ലേ. നമുക്ക് ചോദ്യം നോക്കാം. കൂട്ടുകാരുമൊത്ത് ആത്രേ സ്കൂളിലേക്ക് നടക്കുകയാണ്. ബെല്ലടിക്കാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. ആത്രേ നടപ്പിന് വേഗത കൂട്ടി. പെട്ടെന്നാണ് ഒരു ബൈക്ക് റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു കുറിഞ്ഞിപ്പൂച്ചയെ തട്ടിയത്. പാവം കുറിഞ്ഞിപ്പൂച്ച. പാതവക്കത്തേക്ക് അവൾ തെറിച്ചു വീണു. ഒരു നിമിഷം ആത്രേ അവിടെ നിന്നു. കൂട്ടുകാരെല്ലാവരും മുന്നോട്ട് നീങ്ങി. താമസിച്ച് എത്തിയാൽ ഗീതു ടീച്ചറിനെ മുഖം വാടും. കുറിഞ്ഞിപ്പൂച്ചയെ രക്ഷിക്കാൻ നിന്നാൽ സ്കൂളിലെത്താൻ വൈകുമെന്ന് ഉറപ്പ്. ആത്രയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഈ അവസരത്തിൽ എന്താവും ചെയ്യുക എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. കൂട്ടുകാരെ, നിങ്ങൾ എന്താവും ചെയ്യുക? അതെന്താണോ ചെയ്യുന്നത് നിങ്ങൾ അതിവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഞാൻ വേഗം എന്ത് ചെയ്യും? കുറിഞ്ഞിപ്പൂച്ചയെ എടുത്ത് വീട്ടിലേക്ക് ഓടും. അമ്മയുടെ അടുത്തെത്തിക്കും. അമ്മയും ഞാനും ചേർന്ന് അതിന് വെള്ളം കൊടുക്കും. മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കും. തുണിയിൽ പൊതിഞ്ഞ് അതിന് ചൂട് നൽകും. എന്നിട്ട് അമ്മയെയും കൂട്ടി ഞാൻ സ്കൂളിലെത്തി ടീച്ചറോട് വിവരങ്ങളെല്ലാം പറയും. അപ്പം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രവർത്തനം 5 എന്താണ്? വിവരണം തയ്യാറാക്കുക എന്നാണ് അല്ലേ. ചിത്രം നിരീക്ഷിച്ചല്ലോ. ഇപ്രകാരം ചെയ്തത് നമ്മുടെ നാടിന് നല്ലതാണോ? ചിത്രത്തെ ആസ്പദമാക്കിയൊരു വിവരണം തയ്യാറാക്കും. എന്തിൻ്റെ ചിത്രമാണ് കൂട്ടുകാരെ ഇവിടെ നൽകിയിട്ടുള്ളത്? മരം മുറിക്കുന്ന ചിത്രമുണ്ട്. അതുപോലെ JCB വെച്ച് മണ്ണ് മാന്തി കൊണ്ടുപോകുന്ന ഒരു ചിത്രമൊക്കെയാണല്ലേ തന്നിട്ടുള്ളത് ചിത്രത്തിൽ. അപ്പോൾ ഇവ എന്താണ്? നമ്മുടെ നാടിന് നല്ലതാണോ? അല്ലല്ലേ. അപ്പോൾ ഈ ചിത്രത്തെ ആസ്പദമാക്കി നമ്മളോടൊരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വിവരണം നോക്കാം. യന്ത്രവാളുകൾ ഉപയോഗിച്ച് നിഷ്കരുണ മരങ്ങൾ വെട്ടിമുറിക്കുമ്പോൾ JCB കൊണ്ട് മലയിടിച്ച് താഴ്ത്തുന്നവർ മുറിച്ചിട്ട ധാരാളം മരങ്ങൾ. വിവേചന ബുദ്ധി ഇല്ലാതായി തീർന്ന മനുഷ്യരുടെ നശീകരണ പ്രവർത്തനങ്ങളുടെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. നമ്മൾ കാണുന്നത്. മരങ്ങൾ അന്യർക്കായി മാത്രം ജീവിക്കുന്നവരാണ്. അവർ ചുട്ടുപൊള്ളിക്കുന്ന സൂര്യതാപത്തിൽ നിന്നും ഘോരമായ മഴയിൽ നിന്നും മരവിപ്പിക്കുന്ന തണുപ്പിൽ നിന്നുമൊക്കെ നമ്മെ രക്ഷിക്കുന്നവരാണ്. തങ്ങളെ ആശ്രയിക്കുന്ന എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവരാണ്. തങ്ങളുടെ ഇലകളും പൂക്കളും പഴങ്ങളും ഒക്കെ നൽകി മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നവരാണ്. മരങ്ങൾ മുറിക്കുന്നതും കുന്നിടിക്കുന്നതും മൂലമുണ്ടാകുന്ന കഷ്ടതകൾ ഇപ്പോൾ തന്നെ
നമ്മുടെ ജീവിതത്തെ ഭീകരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. കടുത്ത ചൂടും മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും കാലാവസ്ഥ മാറ്റവും ഒക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് നമ്മുടെ നാടിന് ഒരിക്കലും നല്ലതല്ല. നമ്മുടെ ജീവിതവും വരും തലമുറയുടെ ജീവിതവും മനുഷ്യൻ്റെ വിവേചനരഹിതമായ ഈ പ്രവൃത്തികൾ മൂലം നരകസമാനമായി മാറുമെന്ന് ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു കുറിപ്പ് ഒരു വിവരണം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇതിന് പ്രവർത്തനം മാറുന്നതാണ്, കവിത പൂർത്തീകരിക്കാനാണല്ലേ. അന്തിമാനത്ത് കൂടുകൂട്ടണ കർക്കിട മഴ പോയെടി കർക്കിട മഴ പോയെടി, ചിണുചിണു എന്ന് കുടുങ്ങി എത്തണ ചിങ്ങമഴയും വന്നടി, തൊടികൾ തോറും പാറി എത്തണ ഓണത്തുമ്പികൾ വന്നടി, ഓണമായി ഇനി ഒരുമയോടെ നാം പൂക്കളം ഒരുക്കണം, വേലിവക്കത്ത് തുമ്പ് നീട്ടുന്ന തുമ്പ പൂത്തത് കണ്ടുവോ, ചെമ്പുവപ്പോടെ ചെമ്പരത്തിയും പൂത്ത് നിൽക്കണ കണ്ടുവോ, നീലക്കണ്ണുള്ള കണ്ണുള്ള ശംഖുപുഷ്പവും കണ്ടുവോ എന്ന് നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിന് വരികൾ കുറച്ച് വിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഈ കവിതയ്ക്ക് എന്ത് ചെയ്യണം, കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.